ഓഫീസിന്റെ 10ാം നിലയിലെ ഗ്ലാസ് ഭിത്തിയിലൂടെ പുറത്തെ നഗരക്കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മാധവിന്റെ മനസ്സിൽ ഒരുതരം ശൂന്യതയായിരുന്നു. താഴെ നിരത്തുകളിൽ ഉറുമ്പുകളെപ്പോലെ ഇഴയുന്ന വാഹനങ്ങൾ. ആ തിരക്കിലൊന്നും താനില്ല എന്നൊരു തോന്നൽ അവനെ ഇടയ്ക്കിടെ വേട്ടയാടാറുണ്ട്. സർ, അടുത്ത മീറ്റിങ്ങിനുള്ളവർ എത്തിയിട്ടുണ്ട്. സെക്രട്ടറി നിഷയുടെ ശബ്ദം അവൻ്റെ ചിന്തകളെ മുറിച്ചു. മാധവ് തൻ്റെ ടൈ ഒന്ന് ശരിയാക്കി തിരിഞ്ഞു നിന്നു. ആരാണ്? ലണ്ടനിലെ ആ ക്ലയൻ്റാണോ? അല്ല സാർ, ഡെസ്നി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ്. അവരുടെ പ്രോജക്റ്റ് ഹെഡാണ് വന്നിരിക്കുന്നത്. മാധവ് കസേരയിൽ വന്നിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന രൂപത്തെ കണ്ടതും അവൻ്റെ കയ്യിലിരുന്ന പെൻ തറയിലേക്ക് വീണു. 10 വർഷങ്ങൾ, കാലം ഒന്നിനെയും മായ്ച്ചു കളയുന്നില്ല എന്ന് ആ നിമിഷം മാധവ് തിരിച്ചറിഞ്ഞു. ഹലോ മാധവ്, സോറി മിസ്റ്റർ മാധവ്, ഐ എം റീത. അതേ ചിരി, അതേ ശബ്ദം. മാധവിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ പെട്ടെന്ന് ചലിച്ചു തുടങ്ങിയതുപോലെ തോന്നി. അവൻ്റെ തൊണ്ട വരണ്ടു. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു വശത്ത് തൻ്റെ കോളേജ് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുകയായിരുന്നു മായ, മാധവിൻ്റെ ഭാര്യ. അവളുടെ ഫോൺ ബെല്ലടിച്ചു. മാധവാണ്. ഹലോ മാധവേട്ടാ, എന്താ ഇത്ര നേരത്തെ? മായ, എനിക്കിന്ന് വീട്ടിൽ വരാൻ വൈകും. ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ ഡിസ്കഷനുണ്ട്. നീ അത്താഴം കഴിച്ച് കിടന്നോ? മാധവിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നോ എന്ന് മായ സംശയിച്ചു. ശരിയേട്ടാ, സൂക്ഷിച്ചു വരണേ. ഫോൺ വെച്ചതിന് ശേഷം മായ ഒരു നിമിഷം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശം ഇരുണ്ടു വരുന്നു. ഒരു മഴ പെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ. കഴിഞ്ഞ കുറച്ചു കാലമായി മാധവ് തിരക്കുകളിലാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും തന്നിൽ നിന്ന് എന്തോ ഒന്ന് അവൻ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവളുടെ സ്ത്രീ സഹജമായ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും മാധവും റീതയും മാത്രം ബാക്കിയായി. മുറിയിൽ ഒരു നിശബ്ദത പടർന്നു. നീ ഒട്ടും മാറിയിട്ടില്ല മാധവ്. റീതയാണ് ആദ്യം മിണ്ടിയത്. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. നീ എന്തിനാ ഇപ്പോൾ തിരിച്ചു വന്നത് റീതേ? എല്ലാം മറന്നുവെന്ന് കരുതിയതായിരുന്നു ഞാൻ, മാധവ് പതർച്ചയോടെ പറഞ്ഞു. മറക്കാൻ നമുക്ക് പറ്റില്ല മാധവ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പഴയതൊന്നും എനിക്ക് തിരിച്ചു വേണ്ട. പക്ഷേ നിന്നെ എനിക്ക് കാണണമായിരുന്നു. റീതയുടെ കണ്ണുകളിൽ ഒരു നിഗൂഢതയുണ്ടായിരുന്നു. അന്ന് രാത്രി മാധവ് വീട്ടിലെത്തുമ്പോൾ മായ ഉറങ്ങിയിരുന്നില്ല. അവൾ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. മാധവ് വന്നത് അവൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല. മാധവിൻ്റെ ഷർട്ടിൽ നിന്ന് അപരിചിതമായ ഒരു പെർഫ്യൂമിൻ്റെ മണം കാറ്റിൽ ഒഴുകി നടന്നു. മായ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. പുതിയ പ്രോജക്റ്റ് ഓക്കെ ആയോ? ആ, ആയി വരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മാധവ് അവളുടെ കണ്ണുകളിൽ നോക്കാതെ ബാത്റൂമിലേക്ക് നടന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുഖം കഴുകുമ്പോൾ മാധവ് സ്വന്തം പ്രതിബിംബത്തെ നോക്കി അവിടെ തെളിഞ്ഞു കണ്ടത് ഒരു ചതിയൻ്റെ മുഖമാണോ, അതോ തടവറയിൽ നിന്ന് മോചിതനാകാൻ കൊതിക്കുന്ന ഒരാളുടെ മുഖമാണോ എന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബഹളങ്ങളില്ലാത്ത ആ രാത്രിയിൽ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ വിത്തുപാകി വിധി ചിരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിലെ തിരക്കുകൾ എന്ന പേരിൽ മാധവ് റീതയുമായുള്ള കൂടിക്കാഴ്ചകൾ പതിവാക്കി. പഴയ പ്രണയത്തിൻ്റെ മധുരവും പുതിയൊരു സാഹസികതയുടെ ലഹരിയും അവനെ വല്ലാതെ ആകർഷിച്ചു. മായയുമായുള്ള ദാമ്പത്യം ഒരു ശീലമായി മാറിയെടുത്ത് റീത അവന് പുതിയൊരു ഊർജ്ജമായി തോന്നി. നമ്മൾ പണ്ട് പോയിരുന്ന ആ കുന്നിമ്പുറം ഓർമ്മയുണ്ടോ മാധവ്? ഒരു സായാഹ്നത്തിൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കാറിലിരുന്ന് റീത ചോദിച്ചു. ഓർമ്മയുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ അവിടെയല്ലല്ലോ റീത. എനിക്കൊരു കുടുംബമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, മാധവ് പതർച്ചയോടെ പറഞ്ഞു. റീത അവൻ്റെ കൈകളിൽ മെല്ലെ തലോടി. എനിക്കറിയാം, എനിക്ക് നിൻ്റെ കുടുംബം തകർക്കണമെന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനും വയ്യ. ഈ നിമിഷം മാത്രം നമുക്കുള്ളതാകട്ടെ. മാധവിൻ്റെ വാക്കുകൾ മാധവിൻ്റെ വിവേകത്തെ മരവിപ്പിച്ചു. അയാൾ തന്നിലെ തെറ്റുകളെ ന്യായീകരിക്കാൻ പഠിച്ചു തുടങ്ങി. അതേസമയം മായയുടെ ലോകം നിശബ്ദമായിരുന്നു. മാധവ് വീട്ടിലെത്തിയാലും ഫോണിൽ മുഴുകിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പാതിരാത്രിയിൽ വരുന്ന മെസ്സേജുകൾ, ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൂടെ കൊണ്ടുപോകുന്ന ജാഗ്രത, എല്ലാം മായയിൽ സംശയത്തിൻ്റെ കനലുകൾ കോരിയിട്ടു. ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് മാധവ് കുളിക്കാൻ പോയ നേരം അവൻ്റെ ഫോൺ ബെഡിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്തു. 6 എന്ന പേരിൽ നിന്നൊരു മെസ്സേജ്. ഐ ആം വെയിറ്റിംഗ് അറ്റ് ദ യൂഷ്വൽ പ്ലേസ്, ഡോണ്ട് ബി ലേറ്റ്. മായയുടെ കൈകൾ വിറച്ചു. അവൾ ആ നമ്പർ നോട്ട് ചെയ്തു. തൻ്റെ സംശയങ്ങൾ വെറുമൊരു തോന്നലല്ല എന്ന് അവൾക്ക് ഉറപ്പായി. പക്ഷേ അവൾ പൊട്ടിത്തെറിച്ചില്ല. പകരം ശാന്തമായി അടുക്കളയിലേക്ക് പോയി ചായ തിളപ്പിച്ചു. കുളി കഴിഞ്ഞിറങ്ങിയ മാധവ് ഫോൺ നോക്കി. ധൃതിയിൽ വസ്ത്രം മാറി. മായ, എനിക്കൊരു അർജൻറ്റ് സൈറ്റ് വിസിറ്റുണ്ട്, വരാൻ വൈകും. ശരിയേട്ടാ, നോക്കിപ്പോണേ. മായയുടെ സ്വരത്തിൽ പതിവില്ലാത്ത ഒരു തണുപ്പുണ്ടായിരുന്നു. മാധവ് അത് ശ്രദ്ധിച്ചില്ല. മാധവ് പോയി കഴിഞ്ഞപ്പോൾ മായ തൻ്റെ ലാപ്ടോപ്പ് തുറന്നു. അവൾ ഒരു സാധാരണ അധ്യാപിക മാത്രമായിരുന്നില്ല.
സൈബർ സുരക്ഷയിൽ താൽപ്പര്യമുള്ള സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവർ കൂടിയായിരുന്നു. മാധവിൻ്റെ ലാപ്ടോപ്പിലെ ക്ലൗഡ് സ്റ്റോറേജ് വഴി അവൻ്റെ ലൊക്കേഷൻ അവൾ ട്രാക്ക് ചെയ്തു. മാധവ് പോയത് സൈറ്റിലേക്കല്ല, മറിച്ച് നഗരത്തിന് പുറത്തുള്ള ഒരു സ്വകാര്യ വില്ലയിലേക്കാണെന്ന് മായ മനസ്സിലാക്കി. അവൾ തൻ്റെ കാറിൻ്റെ ചാവി എടുത്തു. കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കി കെട്ടി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് കഠിനമായ ഒരു തീരുമാനത്തിൻ്റെ തിളക്കമായിരുന്നു. കളി തുടങ്ങട്ടെ മാധവേട്ടാ, അവൾ സ്വയം മന്ത്രിച്ചു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പൈൻ മരങ്ങൾ അതിരിട്ട ആ വില്ലയുടെ മുന്നിൽ മാധവ് കാർ നിർത്തി. നെഞ്ചെടുപ്പ് താനെ ഉയരുന്നുണ്ടായിരുന്നു. ഇതൊരു ചതിയാണെന്ന ബോധം ഉള്ളിലുണ്ടെങ്കിലും റീത്തയുടെ സാമീപ്യം നൽകുന്ന ലഹരി അവനെ മുന്നോട്ട് നയിച്ചു. വില്ലയുടെ ഉമ്മറത്ത് റീത്ത കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു കറുത്ത സിൽക്ക് വസ്ത്രത്തിൽ അവൾ കൂടുതൽ നിഗൂഢതയുള്ളവളായി തോന്നി. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു മാധവ്. അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് മങ്ങിയ വെളിച്ചം മാത്രം. മേശപ്പുറത്ത് 2 ഗ്ലാസുകളിരിക്കുന്നു. മാധവ് സോഫയിലിരുന്നു. റീത്ത, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. മായ അവൾ എന്നെ അന്ധമായി വിശ്വസിക്കുന്നു. റീത്ത ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമായിരുന്നു, അതോ സഹതാപമായിരുന്നു? വിശ്വാസം എന്നത് ഒരു ചില്ല് കൊട്ടാരമാണ് മാധവ്. ഒരിക്കലുടങ്ങിയാൽ പിന്നെ അത് വെറുമൊരു ഓർമ്മ മാത്രമാണ്. തൽക്കാലം നീ അവളെ മറക്കൂ. അവൾ അവനൊരു ഗ്ലാസ് നീട്ടി. മാധവ് അത് വാങ്ങി ഒരു സിപ്പെടുത്തു. പെട്ടെന്ന് അവൻ്റെ തലയ്ക്ക് ഒരു ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ മങ്ങുന്ന പോലെ. അതേസമയം വില്ലയുടെ ഗേറ്റിന് പുറത്ത് മായയുടെ കാർ നിശബ്ദമായി വന്നു നിന്നു. അവൾ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. മാധവിൻ്റെ കാർ അവിടെയുണ്ട്. അവളുടെ ഹൃദയം പടപടാ ഇടിച്ചു. എങ്കിലും അവൾ തളർന്നില്ല. തൻ്റെ ബാഗിൽ നിന്ന് അവൾ ചെറിയൊരു ഉപകരണം പുറത്തെടുത്തു. മാധവിൻ്റെ ഫോണിലെ മൈക്രോഫോൺ അവൾ നേരത്തെ തന്നെ ഹാക്ക് ചെയ്തിരുന്നു. അവൾ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് വില്ലയ്ക്കകത്തെ സംഭാഷണങ്ങൾ അവൾക്ക് വ്യക്തമായി കേൾക്കാം. റീത്ത, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. മാധവിൻ്റെ കുഴങ്ങിയ ശബ്ദം അവൾ കേട്ടു. പേടിക്കണം മാധവ്, ഇതൊരു ചെറിയ മയക്കം മാത്രം. നിന്റെ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് ഡീറ്റെയിൽസും ഡിജിറ്റൽ സിഗ്നേച്ചറും എനിക്ക് വേണം. അത് തന്നു കഴിഞ്ഞാൽ നിനക്ക് സമാധാനമായി ഉറങ്ങാം. റീത്തയുടെ ശബ്ദം ഇപ്പോൾ മാധുര്യമുള്ളതല്ലായിരുന്നു, അത് കൊടും തണുപ്പുള്ള ഒന്നായി മാറിയിരുന്നു. പുറത്തു നിന്നിരുന്ന മായ ഞെട്ടിപ്പോയി. ഇതൊരു വെറുമൊരു അഭിഹിതം മാത്രമല്ല, ഇതൊരു വലിയ കെണിയാണ്. മാധവിനെ തകർക്കാൻ ആരോ വിരിച്ച വല. പെട്ടെന്ന് വില്ലയുടെ പിൻഭാഗത്ത് ഒരു കാർ വന്നു നിൽക്കുന്നത് മായ കണ്ടു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും മായയുടെ ശ്വാസം നിലച്ചുപോയി. അത് മാധവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ സിദ്ധാർത്ഥായിരുന്നു. റീത്തയും സിദ്ധാർത്ഥും ചേർന്ന് മാധവിനെ ചതിക്കുകയാണ്. മാധവിനെ പ്രണയത്തിൽ കുടുക്കി അവൻ്റെ സാമ്രാജ്യം തട്ടിയെടുക്കാനുള്ള നീക്കം. മായ തൻ്റെ ഫോണെടുത്ത് റെക്കോർഡിംഗ് ബട്ടൺ അമർത്തി. അവൾക്കിപ്പോൾ മാധവിനോടുള്ള ദേഷ്യമല്ല തോന്നിയത്, മറിച്ച് അവനെ ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കണമെന്ന വാശിയായിരുന്നു. പക്ഷേ എങ്ങനെ? അകത്ത് റീത്തയും സിദ്ധാർത്ഥും ആയുധധാരികളായ സെക്യൂരിറ്റിക്കാരും ഉണ്ടാകാം. അവൾ ഒറ്റയ്ക്കാണ്. മായ തൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്നു. അവിടെ ഇരുന്ന ഒരു ചെറിയ ടൂൾ ബോക്സ് അവളെടുത്തു. അവൾ ഒരു പ്ലാൻ തയ്യാറാക്കി. ഒരു അധ്യാപികയുടെ ബുദ്ധിയും ഒരു വഞ്ചിക്കപ്പെട്ട ഭാര്യയുടെ കരുത്തും ഒത്തുചേർന്ന നിമിഷം. വില്ലയ്ക്കകത്ത് മാധവ് പാതി മയക്കത്തിലായിരുന്നു. റീത്ത അവന് നൽകിയ പാനീയത്തിൽ വീര്യമേറെ മയക്കുമരുന്ന് കലർന്നിരുന്നു. സിദ്ധാർത്ഥ് തൻ്റെ ലാപ്ടോപ്പുമായി മാധവിൻ്റെ അടുത്തേക്ക് നടന്നു. റീത്ത, വേഗം അവൻ്റെ വിരലടയാളം ഈ സ്കാനറിൽ വെക്ക്. ഈ പ്രോജക്റ്റ് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ 5 മിനിറ്റ് മതി. മാധവ് ഉണരുമ്പോഴേക്കും അവൻ വെറുമൊരു പാപ്പരായി മാറിയിരിക്കും. സിദ്ധാർത്ഥിൻ്റെ ചിരിയിൽ ക്രൂരത പടർന്നു. റീത്ത മാധവിൻ്റെ കൈപിടിച്ചു. പാവം മാധവ്, നീ വിചാരിച്ചത് ഞാൻ നിന്നെ തേടി വന്നതാണെന്നല്ലേ? പക്ഷേ എനിക്ക് വേണ്ടത് നിന്റെ പണമല്ല, നിന്റെ ഈ അഹങ്കാരം തകർക്കലാണ്. 10 വർഷം മുമ്പ് എന്നെ ഉപേക്ഷിച്ചതിന് നീ നൽകുന്ന വിലയാണിത്. അവൾ മാധവിൻ്റെ വിരൽ സ്കാനറിലേക്ക് അമർത്താൻ തുടങ്ങിയതും വില്ലയിലെ വിളക്കുകൾ പെട്ടെന്നണഞ്ഞു. എങ്ങും കനത്ത ഇരുട്ട്. അതേസമയം പുറത്ത് മായ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പാനർ ഉപയോഗിച്ച് വില്ലയുടെ മെയിൻ പവർ സപ്ലൈ ബോക്സ് തകർത്തിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ അവൾ പിൻവാതിലിലൂടെ അകത്തേക്ക് കടന്നു. തൻ്റെ ഫോണിലെ ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ച് അവൾ അകത്തെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. എന്താ ഉണ്ടായത്? റീത്ത, ലൈറ്റ് നോക്ക്. സിദ്ധാർത്ഥ് പരിഭ്രമിച്ചു. സെക്യൂരിറ്റിക്കാർ ടോർച്ച് തെളിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഈ ബഹളത്തിനിടയിൽ മായ നിശബ്ദമായി. മാധവി ഇരിക്കുന്ന സോഫയുടെ അടുത്തേക്ക് ഇഴങ്ങി ചെന്നു. അവളുടെ കയ്യിൽ ഒരു കുപ്പി സ്പ്രേ ഉണ്ടായിരുന്നു. അതവൾ മാധവിൻ്റെ മുഖത്തേക്ക് അടിച്ചു. അതൊരു നോൺ ടോക്സിക് സ്റ്റിമുലൻ്റ് ആയിരുന്നു, മയക്കം മാറാൻ സഹായിക്കുന്നത്. ഏട്ടാ, എഴുന്നേൽക്ക്, നമ്മൾ പെട്ടിരിക്കുകയാണ്, മായ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. മാധവ് കണ്ണുകൾ പതുക്കെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന മായയെ കണ്ട് അവൻ അന്തം വിട്ടു. മായ, നീ അങ്ങനെ ഇവിടെ? സംസാരിക്കാൻ സമയമില്ല. സിദ്ധാർത്ഥ റീത്തയും നിങ്ങളെ ചതിക്കുകയാണ്. വേഗം എഴുന്നേൽക്കൂ. പെട്ടെന്നൊരു ടോർച്ച് വെട്ടം അവരുടെ മേൽ പതിച്ചു. സിദ്ധാർത്ഥായിരുന്നു അത്. അവൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. കൊള്ളാം മായ, നീ ഇത്രയും ബുദ്ധിയുള്ളവളാണെന്ന് ഞാൻ കരുതിയില്ല.
പക്ഷേ വൈകിപ്പോയി, സിദ്ധാർത്ഥ് പരിഹസിച്ചു. മാധവ് കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. സിദ്ധാർത്ഥിനെ കണ്ട് അവൻ ഞെട്ടി. സിദ്ധു, നീയാണോ ഇതിന് പിന്നിൽ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. സുഹൃത്തോ? നീ വളരുന്നത് കണ്ട് പല്ലു കടിച്ച് നിന്നവനാണ് ഞാൻ മാധവ്. നിന്റെ പണവും നിന്റെ ഈ സുന്ദരിയായ ഭാര്യയും എല്ലാം എനിക്ക് അസൂയായിരുന്നു. ഇന്ന് എല്ലാം അവസാനിക്കും. സിദ്ധാർത്ഥ് തോക്കിൻ്റെ ട്രിഗർ അമർത്താൻ ഒരുങ്ങി. എന്നാൽ മായ ഒരു കള്ളച്ചിരിയോടെ തൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ചു. സിദ്ധാർത്ഥ്, ഒരു മിനിറ്റ്. നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം ലൈവായി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ ഫോണിലെ ആപ്പ് വഴി നിൻ്റെ ഓരോ വാക്കും ലോകം കാണുന്നുണ്ട്. പുറത്ത് പോലീസിൻ്റെ സൈറൻ കേൾക്കുന്നുണ്ടോ? ദൂരെ നിന്ന് സൈറൻ ശബ്ദം ഉയർന്നു. സിദ്ധാർത്ഥിൻ്റെയും റീത്തയുടെയും മുഖം വെളുത്തു. അവർക്ക് രക്ഷപ്പെടാൻ വഴികളില്ലായിരുന്നു. പോലീസ് വന്ന് സിദ്ധാർത്ഥിനെയും റീത്തയെയും അറസ്റ്റ് ചെയ്തു. മാധവ് തകർന്നു പോയിരുന്നു. സ്വന്തം വീഴ്ചകളും തെറ്റായ തീരുമാനങ്ങളും അവനെ വേട്ടയാടി. വില്ലയുടെ ഉമ്മറത്തിരിക്കുമ്പോൾ മായ അവൻ്റെ അടുത്ത് വന്നു. മായ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു. എന്നിട്ടും നീ എന്നെ... മാധവ് പൊട്ടിക്കരഞ്ഞു. മായ ദൂരേക്ക് നോക്കി നിന്നു. ഞാൻ നിങ്ങളെ രക്ഷിച്ചത് എൻ്റെ ഭർത്താവായതുകൊണ്ടല്ല മാധവേട്ട. ചതിക്കപ്പെടുന്നത് എത്ര വേദനയുള്ളതാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ പഴയതുപോലെ ഒരു ജീവിതം ഇനി നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വിശ്വാസം എന്നത് ഒരു ചില്ല് പാത്രം പോലെയാണ്. ഒരിക്കൽ ഉടഞ്ഞാൽ ഒട്ടിക്കാൻ പ്രയാസമാണ്. അവൾ കാറിലേക്ക് നടന്നു. മാധവ് അവളുടെ പിന്നാലെ പോയി. ശിഷ്ടകാലം മുഴുവൻ ആ വിശ്വാസം വീണ്ടെടുക്കാനുള്ള പ്രായച്ചിത്തമായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. പെയ്തു തീർന്ന മഴയ്ക്ക് ശേഷം ഒരു പുതിയ പ്രഭാതം വിരിയുകയായിരുന്നു. ഒപ്പം ഒരുപാട് തിരിച്ചറിവുകളും. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.